എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ ഫിലിമിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം. ഞാൻ ക്ഷണിച്ചോളുന്നു. ഞാൻ അനന്ത് രാജേന്ദ്രൻ. ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്നത് എൻ്റെ സ്വന്തം വണ്ടിയെക്കുറിച്ചുള്ള റിവ്യൂ ആണ്. എൻ്റെ വണ്ടിയുടെ പേരാണ് ടൈലോസ് ഫീനിക്സ്. ഇത് ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മെയ് 21 ഞാൻ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1 year ആയി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഫിലിം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഫിലിം ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ധാരാളം ഫങ്ഷൻസും ലിമിറ്റേഷൻസും ഉള്ള ഒരു വാഹനമാണ് ടൈലോസ് ഫീനിക്സ് എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 55,000 രൂപയാണ്. ഇന്ത്യൻ നിർമ്മിതമായ ഇലക്ട്രിക് സ്കൂട്ടറായ ടൈലോസിൻ്റെതാണ് ഈ വാഹനം. നമുക്കറിയാം, ധാരാളം ലക്ഷറി കാറുകളിലും അല്ലെങ്കിൽ സാധാരണ കാറുകളിലൊക്കെ അടങ്ങിയിട്ടുള്ള ഫങ്ഷൻസ് തന്നെയാണ് ഈ വണ്ടിയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഈ വണ്ടിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും വണ്ടിയുടെ കീയിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് ആ വണ്ടിയുടെ കീ. ഇതിൽ താഴെ അൺലോക്ക് ചെയ്യാനും മുകളിൽ ലോക്ക് ചെയ്യാനും. നമുക്കറിയാം, ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുമൊന്നുമില്ല, സൗണ്ട് ഉണ്ടാക്കി അവിടെ തടസ്സപ്പെടുത്തേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ അത് ഈ സൗണ്ടോടുകൂടി തന്നെയാണ് ഈ 2 കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ എന്ന് പറയുന്നത് 65 കിലോമീറ്റർ ആണ്. സ്പീഡ് 25 പോവും. ഇത് 1 വർഷത്തെ വാറണ്ടിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വാഹനം കൂടിയാണ് ടൈലോസ് ഫീനിക്സ്. 6 മാസം കൂടുമ്പോൾ ഈ വണ്ടി സർവീസിന് കൊടുക്കേണ്ടതാണ്. ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിലുള്ള ഒരു ഷോറൂമിലാണ് ഈ വണ്ടി വാങ്ങിച്ചത്. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം, ഇപ്പോൾ വണ്ടി കീയുമായിട്ട് കണക്റ്റഡ് ആണ്. വണ്ടി അൺലോക്കുമാണ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കി വെക്കാം. ഇപ്പോൾ സൗണ്ടോട് കൂടി വണ്ടിയുടെ ഡിസ്പ്ലേ ഓണായി. ഇപ്പോൾ വണ്ടി നിൽക്കുന്നത് പാർക്കിംഗ് മോഡിലാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതാ ഈ സ്വിച്ച് കണ്ടോ, ഈ സ്വിച്ച് നിൽക്കുക. അപ്പോൾ വണ്ടി റെഡിയായി. ഇത് റെഡി എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല, പകരം ഇപ്പോൾ ബ്രേക്ക് പിടിച്ചാലും വണ്ടി മുന്നോട്ട് പോകും. അപ്പോൾ ഈ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ നോക്കേണ്ടത് ഇപ്പോൾ ചാർജറിൻ്റെ കാര്യങ്ങളാണ്. ശതമാനം കാണിക്കുന്നില്ല, പകരം ചാർജറിൻ്റെ പടമാണ് കാണിക്കുന്നത്, ബാറ്ററിയുടെ പടം. ഇപ്പോൾ വണ്ടി ഫുൾ ചാർജാണ്. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് നമ്മൾ തിരിച്ചിരിക്കരുത്. കാരണം 40% വരെയാണ് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കുകയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഈ ആദ്യത്തെ കട്ടെന്ന് കുറഞ്ഞ് കാണിക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ നമ്മൾ ചാർജ് ചെയ്യുന്ന വിധം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന രീതിയിലല്ല ഈ വണ്ടി ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഇപ്പോൾ 10% ചാർജ് ഉള്ളെങ്കിൽ ഇപ്പോൾ ചാർജ് കുത്തിക്കഴിഞ്ഞാൽ 10 എന്നുള്ളത് 11 ആവും, 12 ആവും, 13 ആവും. അങ്ങനെയാണ് ചാർജ് കയറുന്നത് നമ്മുടെ ഫോണിൽ. പക്ഷേ വണ്ടിയിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. വണ്ടിയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 മുതൽ കാണിക്കും. ഇപ്പം 40% ആണെങ്കിലും 30% ആണെങ്കിൽ പോലും 1 മുതൽ ഒന്ന് ഓടിച്ച് കാണിക്കും. 0%, 10%, 12, 30, 40, 35, 36 ഓടി കാണിച്ചിട്ടാണ് ചാർജ് കയറുന്നത്. 8 മണിക്കൂറാണ് വണ്ടി ചാർജ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ അനുഭവം വെച്ച് നോക്കുമ്പോൾ, ഞാൻ ഇപ്പോൾ നേരത്തെ വന്നല്ലോ, ഇപ്പോൾ ചാർജ് ഫുള്ളായിട്ട് ഇങ്ങനെ കാണിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ 40% കുറഞ്ഞ വരെ വണ്ടി ഇങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് എത്ര ശതമാനമായിരുന്നു എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ചാർജ് ചെയ്തപ്പോൾ 3 മണിക്കൂർ കൊണ്ട് വണ്ടി ഫുൾ ചാർജായി. അപ്പോൾ എനിക്ക് അധികം നേരം വേണ്ടി വന്നില്ല. ഈ അടുത്തിടെയാണ് ചെറുതായിട്ടൊന്ന് വീക്കായി തുടങ്ങിയത്. അത് ഞാൻ പിന്നെ ഹാൻഡിൽ ചെയ്തു. പിന്നെ ഈ വണ്ടിയിലെ ഏറ്റവും രസകരമായുള്ള സംഭവം പറയുകയാണെങ്കിൽ, ഈ വണ്ടിയിൽ റിവേഴ്സ് എടുക്കാനുള്ള സംവിധാനമുണ്ട്. അതിൻ്റെ സ്വിച്ച് എന്ന് പറഞ്ഞത് ഇതാണ് എൻ്റെ സ്വിച്ച്. ഈ സ്വിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് വണ്ടി റിവേഴ്സ് എടുക്കാൻ സാധിക്കും. ഇത് പ്രത്യേകം ലേഡീസിനൊക്കെ പറ്റുന്ന ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ റിവേഴ്സ് എടുക്കാൻ പറ്റുന്നുള്ളത്. വണ്ടി ബാക്കോട്ടൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വീലർ പോലെയല്ല, 2 വീലറാണ്. അപ്പോൾ റിവേഴ്സ് എടുക്കുമ്പോൾ സൂക്ഷിക്കണം. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പിന്നെ എന്ന് പറയുന്നത് ഈ സ്വിച്ച് നമ്മുടെ വണ്ടിയുടെ റേഞ്ച് കണക്കാക്കാനും നമ്മുടെ സ്പീഡ് കണക്കാക്കാനൊക്കെ ഉള്ള സ്വിച്ച്, മറ്റു കാര്യങ്ങൾ. പിന്നെ ഇതാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റിനുള്ള സ്വിച്ച്, മറ്റു കാര്യങ്ങൾ. ഇത് വെള്ള ലൈറ്റും മഞ്ഞ ലൈറ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തെളിയുന്നത് ഹാൻഡിൽ ബാറിലല്ല, ലൈറ്റിലല്ല, പകരം ഇവിടെയാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തെളിയുന്നത്. ഈ ഹാൻഡിൽ ബാറിലുള്ള ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻഡിക്കേറ്ററിനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഹെഡ്ലൈറ്റും താഴത്തെ ഹെഡ്ലൈറ്റും തെളിക്കാനുള്ളത്. പിന്നെ ഹോണ്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ കുഞ്ഞു കോയിൻസോ അതോ പേഴ്സ്, മൊബൈൽ പോലെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സംവിധാനം എന്ന് പറയുകയാണെങ്കിൽ, ഈ കീ ഉണ്ടല്ലോ, ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ
സീറ്റ് ഓപ്പൺ ആവും. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇതാ അത്യാവശ്യം സ്പേസും സാധനങ്ങളൊക്കെയാണുള്ള സ്പേസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് വണ്ടിയുടെ മെയിൻ സ്വിച്ച്. ഇത് എപ്പോഴും ഓണാക്കി വെക്കുന്നത് തന്നെ നല്ലത്. കാര്യം ആക്റ്റീവായി നിന്നാലാണ് അങ്ങനെ എപ്പോഴും വണ്ടി ആക്റ്റീവായി നിൽക്കും, ചാർജൊന്നും അങ്ങനെ ഇറങ്ങി പോകില്ല. പിന്നെ 3-4 ദിവസം വണ്ടി എടുത്തില്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നതിന് തെറ്റൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് ലൈറ്റുകളാണ്. നല്ല ഡിസൈനാണ് ബാക്ക് ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ, നല്ല ഷേപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിന് പകരം ടൈലോസിൻ്റെ പേരാണ് നമ്പർ പ്ലേറ്റിൽ വെച്ചേക്കുന്നത്. അതിൻ്റെ സൈറ്റ് മറ്റ് ഫോൺ നമ്പറൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ആദ്യമേ പറഞ്ഞു വണ്ടിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള കാര്യമൊക്കെ. ആ ലിമിറ്റേഷൻസ് എന്താ നമുക്ക് നോക്കാം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഏരിയയിലേക്കൊന്നും വണ്ടി ഓടിക്കരുത്. കാരണം ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് വണ്ടിയുടെ അടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ബാറ്ററി കേടാവും, വണ്ടി ചീത്തയാവും. പിന്നെ ഒരു കാരണവശാലും ചാർജ് ഒട്ടും ഇറങ്ങിപ്പോകരുത്, 0% ആവരുത്. നമ്മുടെ ഫോൺ പോലെയല്ല. ഫോണിലൊക്കെ നമുക്ക് ബാറ്ററി എത്ര ലോ ആയാലും റീസ്റ്റാർട്ടൊക്കെ ചെയ്ത് നമുക്ക് ചാർജ് ചെയ്ത് വെക്കാം, ഫുള്ളാക്കി വെക്കാം. പക്ഷെ അതുപോലെ വണ്ടിക്ക് പറ്റില്ല. വണ്ടിയുടെ കാര്യം കട്ടപ്പോകയാവും ആ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി തിരികെ കൊടുക്കേണ്ടി വരും, കൊടുത്ത കാശ് തിരിച്ച് വാങ്ങേണ്ടിയും വരും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഏരിയയിലേക്ക് വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ചെറിയ ചെറിയ വെള്ളമൊക്കെ ആണെങ്കിൽ വണ്ടി ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ ചാർജിൻ്റെ കാര്യം. നമ്മൾ ചാർജ് കയറ്റുമ്പോൾ ഈ ചാർജ് ഊരിക്കഴിഞ്ഞാൽ ഉടനെ വണ്ടി എടുക്കരുത്. 10 അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാമോളൂ. കാര്യം അപ്പോൾ നമ്മൾ ബാറ്ററി ചൂടാണ്, വീക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് വണ്ടിക്ക് റെസ്റ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാമോളൂ. അതുകൊണ്ട് വണ്ടി ഓടിച്ച് വന്ന ഉടനെയും വണ്ടി ചാർജ് ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്താ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ വണ്ടി ലോക്കാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഈ വണ്ടി ഓഫായി കഴിയുമ്പോൾ തന്നെ വണ്ടി ലോക്കാവും. അപ്പോൾ വണ്ടി എടുത്ത് മാറ്റാനോ തൊടാനോ പോയി കഴിഞ്ഞാൽ അവിടെ സൗണ്ട് വെച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ വണ്ടി അധികം ഇല്ലാത്ത ഏരിയയിൽ കൊണ്ടുവന്ന് വണ്ടി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, വണ്ടി എടുത്ത് മാറ്റാനും മറ്റും കാര്യങ്ങളൊക്കെ. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ 6 മാസം കൂടുമ്പോൾ വണ്ടി സർവീസിനും കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാം. വണ്ടി നല്ല സൂപ്പറായിരിക്കും. അതുപോലെ തന്നെ വണ്ടി എപ്പോഴും നമ്മൾ ഫുൾ ചാർജ് ആക്കി വെക്കണം. പ്രത്യേകിച്ച് 10 കിലോമീറ്ററൊക്കെ പോകുന്നുണ്ടെങ്കിൽ, വണ്ടി 65 കിലോമീറ്റർ പോകും, അതിൽ 10 കിലോമീറ്റർ പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ എപ്പോഴും ഫുൾ ചാർജ് ആക്കി വെക്കണം. പകുതിക്ക് വെച്ച് ചാർജ് ചെയ്ത് വെക്കരുത്. ഫുള്ളാക്കി വെച്ചാലാണ് നമുക്കതിനനുസരിച്ച് പോയി വരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വണ്ടിക്ക് ഓവർ സ്പീഡും അങ്ങനെയൊന്നുമില്ല, നോർമൽ സ്പീഡ് തന്നെയാണ്. അപ്പോൾ സേഫായിട്ട് പോയി വരാം. പിന്നെ ഹെൽമെറ്റും മറ്റ് രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. സൈക്കിൾ ബാലൻസ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഹെൽമെറ്റും രജിസ്ട്രേഷൻ ഒന്നും വേണ്ട. ഇനി ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങളും ഫങ്ഷൻസും മറ്റു കാര്യങ്ങളും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടൈലോസ് ഫീനിക്സിൻ്റെ റിവ്യൂ ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വണ്ടിയാണ് ഈ പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടർ. ഈ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജന്മന വലത് കൈക്ക് ഡിസേബിൾ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ വണ്ടി വാങ്ങിക്കേണ്ടി വന്നത്. കുട്ടിക്കാലം മുതലേ എനിക്ക് ഈ വണ്ടി ഓടിക്കണം, കാർ ഓടിക്കണം, ജീപ്പ് ഓടിക്കണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് എനിക്ക് 18ാമത്തെ വയസ്സിൽ ലൈസൻസ് എടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ പെരുമ്പാവൂർ റൂട്ടാണ് ഈ പറയുന്ന പട്ടിമറ്റം എന്ന സ്ഥലം. അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനടങ്ങുന്നൊരു കുടുംബമാണ്. അച്ഛൻ 2.5 വർഷം മുമ്പ് മരിച്ചു. അപ്പോൾ അച്ഛൻ്റെ വണ്ടിയിലൂടെയാണ് ഞങ്ങൾ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. കല്യാണത്തിനും ബന്ധുവീട്ടിലൊക്കെ പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ TTCക്ക് പഠിക്കുകയാണ്. അപ്പോൾ അച്ഛൻ മരിക്കുന്ന സമയത്ത് കുടുംബക്കാർ പറഞ്ഞു, മോനെ എത്ര വേഗം ഡ്രൈവിംഗ് പഠിക്കട്ടോ, വണ്ടിയൊക്കെ വാങ്ങിക്കും, ഇപ്പോൾ വണ്ടിയൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമല്ലേ, വണ്ടിയൊക്കെ വാങ്ങിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ്. എങ്കിലും ഓൾറെഡി എനിക്ക് വണ്ടി വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, ഓടിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഡ്രൈവിംഗ് പഠിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല.
അതിനു മുമ്പ് കുറേ ട്രൈ ഒക്കെ നടത്തി, അങ്ങനെ അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷെ അതൊന്നും സെറ്റായില്ല. അപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് അപ്ലൈ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ 2024 ഒക്ടോബർ മാസം എൻ്റെ പഠിത്തം കഴിഞ്ഞു. ഡ്രൈവിംഗ് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയായി. ആ ടൈമിലാണ് എൻ്റെ അച്ഛൻ്റെ അകന്ന ബന്ധത്തിലുള്ളൊരു ശിവൻ ചേട്ടൻ വരുന്നത്. അപ്പോൾ അദ്ദേഹം ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളാണ്. അപ്പോൾ വേഗം അഡ്മിഷൻ എടുത്തോളാൻ പറഞ്ഞു. അഡ്മിഷൻ എടുത്തു. പെരുമ്പാവൂർ പട്ടാലയിൽ പോയി RT ഓഫീസിൽ പോയിട്ട് ലേണേഴ്സ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി പോയി. പക്ഷെ ചെന്നപ്പോൾ അവിടെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയറി ചെന്നപ്പോൾ അവിടുത്തെ ഓഫീസിലുള്ള സാറുമാർക്ക് എൻ്റെ കൈയുടെ വിഷയം മനസ്സിലായി. എൻ്റെ കൈ ഇങ്ങനെ വെച്ചേക്കായിരുന്നു കയറിപ്പോൾ മുതൽ. പെട്ടെന്ന് അവർ കണ്ടുപിടിച്ചപ്പോൾ സാറ് ചോദിച്ചു, എന്താ കൈക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വെച്ചു. ഒന്ന് ഉണ്ട്, 40% ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ MBAനെ കണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, എന്ന് MBA ചെന്ന് കാണും, എന്നിട്ട് കണ്ടിട്ട് ഒന്ന് ഈ ടെസ്റ്റ് എഴുതിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇടവഴിയിൽ ഇങ്ങനെ 2 വീലറിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നിറയെ വണ്ടിയുണ്ട്, ഇങ്ങനെ കടക്കാൻ സ്ഥലമില്ല. സാറാണെങ്കിൽ മൂലയ്ക്ക് നിൽക്കുകയാണ് ഇങ്ങനെ. എന്നിട്ട് ചെന്ന് കണ്ടിട്ട് സത്യം ഇന്ന് ചെയ്യാൻ സ്ഥലമില്ല അവിടെ. അതുപോലെ വണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. സാറിന് കണ്ടിട്ട് കാര്യം പറഞ്ഞു, സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. കാണിച്ചപ്പോൾ സാർ എന്നോട് നടക്കാൻ പറഞ്ഞു, എന്നോട് നടന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ നടക്കാൻ സത്യം പറഞ്ഞാൽ സ്ഥലമില്ല, എന്നാലും മൂലയ്ക്ക് ഇങ്ങനെ പറ്റുന്നത് നടന്നു. പിന്നെ ഞാനാണെങ്കിൽ ടെൻഷനിൽ മുങ്ങി നിൽക്കുകയാണ്. ഇഷ്ടപ്പെട്ടൊരു ബൈക്ക് വാങ്ങിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ലേണേഴ്സ് ടെസ്റ്റിന് പോയത് തന്നെ. ബജാജ് അവഞ്ചർ എന്ന് പറഞ്ഞ വണ്ടി, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ചെന്നപ്പോൾ ഇങ്ങനെ സാറിന് നടക്കാൻ പറഞ്ഞു. നടന്നപ്പോൾ പകുതിക്ക് വെച്ച് എൻ്റെ കാലൊന്ന് തന്നിപ്പോയി, കൂഞ്ഞിപ്പോയി. മണ്ണുള്ളതുകൊണ്ട് പെട്ടെന്ന് നടന്നപ്പോൾ കൂഞ്ഞിപ്പോയതാണ്. ആദ്യം ഇങ്ങനെ കൂഞ്ഞിപ്പോയത് സാറ് പെട്ടെന്ന് നോട്ട് ചെയ്ത്. അപ്പോൾ എന്നോട് വെച്ചു, കാലിന് ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇല്ല, കാലിനല്ല കൈക്കാണ് സാർ ബുദ്ധിമുട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉള്ള കാര്യം പറഞ്ഞപ്പോൾ സാറിന് മനസ്സിലായി. അപ്പോൾ സാറ് പറഞ്ഞു, മോനെ ഈ 40% മേളിൽ ഡിസേബിൾ ഉള്ളവർക്ക് സാധാരണ ലൈസൻസ് കൊടുക്കാൻ വകുപ്പില്ല, അനുമതിയില്ല. ഇനി അഥവാ കൊടുത്താൽ തന്നെ ഇപ്പോൾ ഞാൻ കാരണം എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ഒരുപാട് കൊടുക്കേണ്ടി വരും, അത് വലിയ പാടാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ സാധാരണ ലൈസൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 40% എന്നുള്ളത് കുറച്ച് 35-30 ആക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം. അങ്ങനെ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി. കാര്യം ഇഷ്ടപ്പെട്ട വണ്ടി വാങ്ങിക്കാനുള്ള പറ്റാത്തൊരു പറഞ്ഞപ്പോൾ എനിക്ക് അത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു വിഷമമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോന്നു. ഉടനെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു, നീ വേഗം വീട്ടിൽ വാ, വീട്ടിലൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലൊന്നിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അതിൻ്റെ ആവശ്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് സൈക്കിൾ ബാലൻസും ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഈ വെയിറ്റൊക്കെ പുറകെ വെച്ചുകൊണ്ട് വരുന്ന ആളായതുകൊണ്ടും സൈക്കിൾ കൊണ്ട് അത്യാവശ്യം സ്റ്റണ്ട് കാണിക്കുന്ന ആളാണ്. പിന്നെ ഞാൻ റൈറ്റ് ഹാൻഡ് ഇപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ലെഫ്റ്റ് ഹാൻഡാണ് ഉപയോഗിക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡറാണ് ഞാൻ. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഇപ്പോൾ ഉപയോഗിക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതൊക്കെ അറിയുന്നുണ്ട്. നീ എന്തിനാ വിഷമിക്കുന്നത്, നമുക്ക് ഒരു ദിവസം സാറിന് ചെന്ന് കാണാം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ സാറിനെ കണ്ട്, MBA സാറിൻ്റെ പേര് സാൻജോ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ സാറ് എൻ്റെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അവന് അതിൻ്റെ ആവശ്യമില്ല സാറ്, അവന് സൈക്കിൾ ബാലൻസ് ഉള്ളതാണ്, ഈ വെയിറ്റൊക്കെ ബാക്കിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുവന്ന ആളും കൂടിയാണ്, സൈക്കിൾ കൊണ്ട് അത്യാവശ്യം സ്റ്റണ്ട് കാണിക്കാൻ അറിയാവുന്ന ആളും കൂടിയാണ്, പിന്നെ റൈറ്റ് ഹാൻഡ് ഇപ്പം അവൻ നന്നായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ തെളിവായിട്ട് സാറിനോട് പറഞ്ഞു അവിടുത്തെ കസേരന്ന് എടുത്ത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ എടുത്ത് നോക്കി, റൈറ്റ് ഹാൻഡ് എടുത്ത് നോക്കി കാണിച്ചപ്പോൾ മനസ്സിലായി സാറിന് എൻ്റെ കൈക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ആക്റ്റീവാണെന്ന് മനസ്സിലായി. അപ്പോൾ സാറ് പറഞ്ഞനുസരിച്ചാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ചത്. 4 മാസം കഴിഞ്ഞു അപ്പോഴാണ് ഈ വണ്ടിയുടെ കാര്യം സെറ്റാക്കിയത്. അതിനുമുമ്പ് എൻ്റെ ബന്ധുക്കാരോടും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് എനിക്ക് പറ്റിയ വണ്ടി ഉണ്ടോ, നല്ല വണ്ടി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചു. പക്ഷെ സെറ്റാക്കിയത് മെയ് മാസം ആയപ്പോഴാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഇക്കയുണ്ട്, ഹനീഫിക്ക എന്ന് പറഞ്ഞൊരു ഇക്ക. ആ ഇക്കയ്ക്ക് കാല് വയ്യാത്തതാണ്. അപ്പോൾ ആ ഇക്കയും മനസ്സിലാണത് ഇലക്ട്രിക് സ്കൂട്ടറാണ്, മക്കളാണത് ഡീൽ ചെയ്യണത്. അപ്പോൾ അത് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അമ്മ സംസാരിച്ച്, അപ്പോൾ മോനും ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനാണ് പറയുന്നത് സാറുമാരെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്ന് ഓടിച്ച് നോക്കണം, അപ്പോൾ ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിക്കോട്ടെ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ വണ്ടി വാങ്ങിക്കാം, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാന്ന് വെച്ചിട്ടാണ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ശരി ചേച്ചി എന്നാൽ മോനോട് നാളെ വരാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി ഓടിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു ആ വണ്ടി ഓടിച്ചപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വണ്ടി അത്ര ഇതല്ല, കാര്യം ആക്സിഡൻറ്റ് എത്തിക്കുമ്പോൾ തന്നെ ഒറ്റ പോക്കാണ്, ഒന്നിനും പോകും, പിടുത്തം കിട്ടില്ല. പിന്നെ അവരുടെ വീടാണെങ്കിൽ ഇടവഴിയിലാണ്, ഇടുങ്ങിയ റോഡാണ്, കയറ്റം കയറുന്ന റോഡൊക്കെയാണ്. അപ്പോൾ അടുത്തിങ്ങനെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഈ ഇക്കയുടെ മോനും അടുത്തുള്ള പയ്യനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇക്ക ഒരു വഴി പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത് നമ്മുടെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിലാണ് വണ്ടി വാങ്ങിച്ചത്, അപ്പോൾ ഞാൻ അവിടുത്തെ ചേട്ടനെ വിളിക്കാം, അപ്പോൾ നിങ്ങളായിട്ടൊന്ന് സംസാരിക്കുക, എന്നിട്ട് വണ്ടിയുടെ കാര്യങ്ങൾ റെഡിയാക്ക്, നിനക്ക് പറ്റിയ വണ്ടിയൊക്കെ കിട്ടും, കിട്ടാതിരിക്കില്ല.
അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവിടുത്തെ ഷോറൂമിൽ വണ്ടി വാങ്ങിക്കുന്ന ഷോറൂമിൽ ചേട്ടനായിട്ടുള്ള സുനിൽ ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാർ ഇവിടെ അത്യാവശ്യം ഫേമസ് ആണ്. കാരണം എൻ്റെ അച്ഛൻ അച്ഛമ്മയൊക്കെ സ്കൂൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഞങ്ങളുടെ വീട്ടുകാർ മൊത്തം അറിയാം. അപ്പോൾ ഈ പറഞ്ഞ് വരാൻ പോകുന്ന സുനിൽ ചേട്ടനും എൻ്റെ വീട്ടിലുള്ളവർ അറിയാവുന്നതുകൊണ്ട് പുള്ളി വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും വന്ന് വണ്ടി നോക്കട്ടോ, അപ്പോൾ സെറ്റാക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ വെള്ളിയാഴ്ച ദിവസം പോയി. വെള്ളിയാഴ്ച പോയപ്പോൾ റൂമിൻ്റെ പുറത്താണെങ്കിൽ വരാന്തയിലാണെങ്കിൽ ഞാൻ വാങ്ങിച്ച ഈ വണ്ടിയും പിന്നെ അതിൻ്റെ നീല നിറത്തിലുള്ളതും വയലറ്റ് കളറിലും ബ്രൗൺ കളറിലൊക്കെ ഉള്ള ടൈലോസ് ഫീനിക്സ് ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിരിക്കുകയാണ് പല കളറിലായിട്ട്. അപ്പോൾ അതിൽ ഈ ചുവന്ന വണ്ടിയാണ് ഞാൻ ആദ്യം നോക്കിയത്. അപ്പോൾ എനിക്ക് താല്പര്യം ചുവന്ന കളർ വണ്ടിയോടായിരുന്നു. എൻ്റെ അമ്മയ്ക്കും ചുവപ്പ് കളർ വണ്ടിയോടാണ് താല്പര്യം. അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവപ്പ് കളർ വണ്ടി മതി കേട്ടോ, വേറെ കളറൊന്നും വേണ്ടാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ വണ്ടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്സിഡൻറ്റ് ഇങ്ങനെ പിടിച്ച് നോക്കി തിരിച്ചു നോക്കി, കുഴപ്പമില്ല എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് കിട്ടി. അപ്പോഴേക്കും ചേട്ടൻ വന്നു, ഷോറൂമിൽ കയറ്റി. ചെറിയ ഷോറൂമാണ്, കയറ്റി ജസ്റ്റ് ഒന്ന് വണ്ടികളൊന്ന് കാണിച്ചു തന്നു, ഇതൊക്കെയാണ് വണ്ടികൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്ത് ബൈക്ക് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു, എനിക്ക് ഈ പുറത്തിരിക്കുന്ന ഈ വണ്ടി മതി, ടൈലോസ് ഫീനിക്സ് ചുവപ്പുള്ള വണ്ടി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി സെലക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ വണ്ടി നല്ല വണ്ടി കേട്ടോ, നല്ല കംഫർട്ടബിളാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വണ്ടിയുടെ കാര്യങ്ങൾ സെറ്റാക്കി പൈസ അഡ്വാൻസ് കൊടുത്ത് അങ്ങനെ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് ചേട്ടൻ മുന്നേ ബുധനാഴ്ച വണ്ടി എടുക്കാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങനെ സമ്മതിച്ചു. ബുധനാഴ്ചയ്ക്ക് ഞാൻ ത്രില്ലിലായി. അങ്ങനെ അന്ന് PSC കോച്ചിങ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ചെന്ന് വിളിച്ചു വെച്ചിട്ട് വണ്ടി റെഡിയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മയും കൊണ്ട് പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സർവീസിന് വന്ന വണ്ടി സർവീസിന് നോക്കി വന്ന ചേട്ടനാണ് ഈ വണ്ടി ഓടിച്ചെന്നെ വീട്ടിലെത്തിച്ചത്. ഞാൻ വണ്ടിയുടെ പുറകിലിരുന്നു, അമ്മ നടന്ന് വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു, സൂക്ഷിക്കണോട്ടോ, ഇങ്ങനെ ശ്രദ്ധിക്കണോട്ടോ എന്ന കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അത് പോയി. അപ്പോൾ തൊട്ട് ഞാൻ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് എല്ലാവരും എന്നെ വിഷ് ചെയ്തു, കണ്ടവരൊക്കെ വിഷ് ചെയ്തു. അപ്പോൾ മുതൽ ഞാൻ വണ്ടി എടുത്ത് മുറ്റത്ത് ഓടിച്ച് നോക്കുന്നതാണ്. 10 ദിവസം ഞാൻ ഓടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ച് പ്രാക്ടീസ് ചെയ്തു. അന്ന് മഴയൊക്കെയുള്ള സമയമാണ്, മെയ് മാസമാണ്, ചാറ്റൽ മഴയൊക്കെയുള്ള സമയമാണ്. അതൊക്കെ നോക്കാതെ പോലും ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഗ്യാപ്പ് എടുക്കാതെ. എൻ്റെ അപ്പോഴത്തെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഇനി ബസ്സിൽ പോക്ക് പരമാവധി ഒഴിവാക്കണം. ഇനി ബസ്സിൽ പോക്ക് നടക്കില്ല. അമ്മ വീട്ടിൽ പോകുമ്പോൾ എന്തായാലും എനിക്ക് വണ്ടി കൊണ്ട് പോകണം. അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ കടവന്ത്രയാണ്, ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്, 24 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് അവിടേക്ക് പോകുമ്പോൾ. അപ്പോൾ അമ്മയും കൊണ്ട് പോകണം എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ളത് ഉദ്ദേശമായിരുന്നു എൻ്റേത്. അതിനുവേണ്ടി ദിവസവും പ്രാക്ടീസ് ചെയ്ത് 11ാം ദിവസം അന്ന് ക്ലാസ് ഉണ്ടായില്ല. അമ്മ പറഞ്ഞനുസരിച്ച് വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറക്കി. അന്ന് വണ്ടി എൻ്റെ വീട് റോഡ് സൈഡിലാണ്, അങ്ങനെ ഇറക്കി. അപ്പോൾ സാധാരണ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ടെൻഷനും വെപ്രാളൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ വണ്ടിയിൽ ഇരുന്നപ്പോൾ എനിക്ക് പേടിച്ച രീതിയിലേക്കാണ് ഇരുന്നത്. പക്ഷേ ഓടിച്ച് പോയപ്പോൾ കൂളായിട്ട് ഓടിച്ചു വന്നു. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ നേരെ വണ്ണം ഇരുന്ന് ഓടിക്കണം എന്ന് മനസ്സിലാക്കി. ഞാൻ നേരെ ഇരിക്കുമ്പോൾ എനിക്ക് കൈ കയറി ഇറങ്ങിയാണ് ഇങ്ങനെ കയറി ഇറങ്ങിയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒന്നോളൊന്ന് ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് കൂനി ഇരുന്നാലേ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ റേസ് ഇങ്ങനെ പോകുന്ന പോലെ കൂനിന്ന് ഓടിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. അപ്പോൾ കൂനിന്ന് ഓടിച്ചപ്പോൾ ഞാൻ കംഫർട്ടായിട്ട് പോയി വന്നു. എന്തെന്നറിയില്ല, അച്ഛൻ്റെ ഒരു പ്രസൻസ് എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്. കാര്യം അച്ഛൻ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും നോക്കി കണ്ടൊക്കെ വണ്ടി ഓടിക്കുള്ളൂ. ഞാൻ അച്ഛൻ്റെ ബൈക്കിൽ എപ്പോൾ പോയാലും ഞാൻ എപ്പോഴും എന്താ പറയുക കോൺഫിഡൻസോടെ വണ്ടി ഇരിക്കുള്ളൂ. ഞാൻ അപ്പോൾ എനിക്ക് എല്ലാം ഇപ്പോൾ നല്ല കോൺഫിഡൻസ്, നല്ല കംഫർട്ടബിളാണ് അച്ഛൻ്റെ വണ്ടിയിൽ ഇരുന്ന്. എനിക്കൊന്നും നോക്കാനില്ല, ധൈര്യമായിട്ട് പോയി വരാം. അപ്പോൾ അച്ഛൻ്റെ പ്രസൻസ് കിട്ടിയതുകൊണ്ടായിരിക്കും എനിക്ക് അന്ന് വണ്ടി ഓടിച്ചപ്പോൾ കൃത്യമായിട്ട് ഇൻഡിക്കേറ്ററും ഹോണും ഒക്കെ അടിച്ച് മെയിൻ റോഡ് അടക്കുമ്പോഴും ഉള്ളേരിയിലേക്ക് കയറുമ്പോഴൊക്കെ കൃത്യമായി ഇൻഡിക്കേറ്ററും ഹോണും ബ്രേക്കൊക്കെ പിടിച്ച് വണ്ടി പുറകിൽ വണ്ടി വരുന്നുണ്ടോ, മുമ്പിൽ വണ്ടി വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് തന്നെ എല്ലാം കൈകാര്യം ചെയ്തു. പക്ഷെ ഞാൻ പ്രധാനമായിട്ട് നേരിട്ട് മറ്റൊരു പ്രശ്നമാണ്, അമ്മേനെയും കൊണ്ട് എങ്ങനെ ബാക്കിലിരുത്തി എങ്ങനെ വണ്ടി ഓടിക്കും എന്നുള്ളത്. പക്ഷെ എനിക്ക് ഒരാളെ പുറകിരുത്തിക്കൊണ്ട് ലിഫ്റ്റ് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ നേരിട്ടൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വണ്ടിയിൽ എൻ്റെ അമ്മേനെ പുറകിരുത്തിക്കൊണ്ട് എങ്ങനെ ഓടിക്കുന്ന പ്രശ്നമുണ്ടായി. പക്ഷെ അത് ദൈവം സഹായിച്ച് പ്രാക്ടീസൊക്കെ ചെയ്യുന്ന വിചാരിച്ചായിരുന്നു, പ്രാക്ടീസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതൊക്കെ ദൈവം സഹായിച്ച് അതൊക്കെ തവണ കൊണ്ട് ശരിയാക്കി തന്നു. അതും അമ്പലത്തിനും വിളിച്ച് തന്നെ. വലത്തോട്ട് വണ്ടി വളയ്ക്കുന്ന കാര്യം കുറച്ച് കഷ്ടപ്പെട്ടു. കാര്യം എന്താ വെച്ചാൽ ചെറിയ റോഡും അല്ലെങ്കിൽ കനാമണ്ടിയൊക്കെ ഏരിയയിലൊക്കെ ഉള്ള റോഡൊക്കെ ആണെങ്കിൽ വളയ്ക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ വണ്ടി റിവേഴ്സൊക്കെ എടുത്തിട്ടാണ് പരമാവധി വണ്ടി വളച്ചത്. വലിയ റോഡൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കാം, കാര്യം സ്പേസൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ പതുക്കെ ശരിയാക്കി എടുത്തു. കടവന്ത്രയ്ക്ക് പോയി, അമ്മയുടെ കടവന്ത്രയ്ക്ക് പോയി. അപ്പോൾ അതിനുമ്പോൾ ഞാനിങ്ങനെ 1 മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങനെ ഓടിച്ചൊക്കെ പ്രാക്ടീസൊക്കെ ചെയ്ത ശേഷം കൺഫേം ആക്കിയ ശേഷമാണ് ഞാൻ അമ്മയും കൊണ്ട് കടവന്ത്രയ്ക്ക് പോയത്. അവിടെ ഒരു വിശേഷം ഉണ്ടായിട്ട് ഞങ്ങൾ പോയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, ഷേക്ക് ഹാൻഡ് തന്നു. അപ്പോൾ അതൊക്കെ പോയി വന്നു. 1 മണിക്കൂർ
യാത്രയുടെ പകരം ഞാനിപ്പോൾ 1 മണിക്കൂർ 15 മിനിറ്റാണ് എടുത്തത് പോയി വന്നപ്പോൾ, പതുക്കെ പോയി വന്നപ്പോൾ. ചാർജറും കൊണ്ടാണ് അങ്ങോട്ട് പോയത്. ചാർജ് ചെയ്തപ്പോൾ 37% ചാർജ് ബാക്കി ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അത് മനസ്സിലാക്കി ഞാൻ സ്പീഡിൽ പോയി കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് 3-ാം തവണ പോയപ്പോഴാണ്, 2 വട്ടം പതുക്കെ പോയി 3-ാം തവണ പോയപ്പോഴാണ് സ്പീഡിൽ പോയത്. അപ്പോൾ ഒരു 25% ചാർജ് 20% ചാർജ് ബാക്കി വന്നു. ഞാൻ 7 വട്ടം അമ്മേനെ കൊണ്ട് പോയി വന്നു, സുഖമായിട്ട് പോയി വന്നു. അതിനിടയിൽ ബ്ലോക്കും ഇങ്ങനെ വൈകുന്നേരം പോയപ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടാകുമ്പോൾ നൈസായിട്ട് ഞാൻ ബ്ലോക്ക് കൈകാര്യം ചെയ്തു അമ്മേനെ പുറകെ എടുത്തുകൊണ്ട് പോയപ്പോൾ. അപ്പോൾ ദൈവം സഹായിച്ച് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. എനിക്ക് ഏറെ ഹെൽപ്ഫുള്ളായ വണ്ടിയാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നാട്ടുകാർക്കൊക്കെ എൻ്റെ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് അവർക്കൊക്കെ ഏറെ സന്തോഷമായി ഞാൻ വണ്ടി ഇങ്ങനെ ഓടിച്ച് പോകുന്നത് കണ്ടപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഫിലിം ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോ ഫിലിംസായിട്ട് നല്ല നല്ല അറിവുകളായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവർക്കും നന്ദി.